മഴക്കാലത്ത് പ്രത്യേകമായി വയറിളക്ക രോഗങ്ങൾ സർവ്വസാധാരണമാണ്. ചെറിയ ഒരു ശ്രദ്ധയുണ്ടായാൽ വയറിളക്കവും ഛർദിയും വരാതെ നമുക്ക് നമ്മെയും നമ്മുടെ കുട്ടികളെയും സൂക്ഷിക്കാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ടത് കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക എന്നുള്ളതാണ്. ഈ ഹാൻഡ് വാഷിംഗ് രീതികളെ കൃത്യമായി കൊണ്ട് നമ്മൾ കുട്ടികൾക്കടക്കം പഠിപ്പിച്ചു കൊടുക്കണം. ഒരു വീട്ടിൽ ഒരാൾക്ക് വയറിളക്കമോ ഛർദിയോ ഉണ്ടായാൽ മറ്റുള്ളവർക്ക് വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കൈകൾ സോപ്പ് വെള്ളം ഉപയോഗിച്ച് വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം അല്ലെങ്കിൽ ഫിൽറ്റേർഡ് വെള്ളം മാത്രം കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വെള്ളത്തിൽ നിന്നാണ് ഭൂരിപക്ഷം വൈറസുകളും നമ്മുടെ ശരീരത്തിലെത്തുന്നതും അതുവഴി വയറിളക്കം, ഛർദി തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാകുന്നത്. മറ്റൊരു കാര്യം, ഇതിനോടനുബന്ധിച്ചുകൊണ്ട് പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നത് ഹോട്ടലുകളിൽ നിന്നും പുറത്തുനിന്നും കഴിക്കുന്ന ആളുകൾ പലപ്പോഴും അത് പഴകിയതാണോ നല്ലതാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പല ആളുകൾക്കും വയറിളക്കവും ഛർദിയും വരുന്നത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. പുറത്തുനിന്നായാലും വീട്ടിൽ നിന്നായാലും നല്ല വൃത്തിയുള്ള പുതിയ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വയറിളക്കവും ഛർദിയും വരാതെ നമുക്ക് നമ്മെ തന്നെ സംരക്ഷിക്കാനും അതുവഴിയുള്ള അപകടങ്ങളെ ഒഴിവാക്കാനും സാധിക്കും എന്നതാണ് യാഥാർത്ഥ്യം.